രാഹുൽ ഗാന്ധി വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചൂട് പിടിച്ച ചർച്ചയാണ് നടക്കുന്നത്. രാഹുൽ ഗാന്ധി വളരെ റീസെൻ്റായിട്ട് നടത്തിയ ഒരു പ്രസ് മീറ്റ്, അതിൽ വിളിച്ചുകൂവിയ ഒരുപാട് സത്യങ്ങൾ, അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വോട്ടുകൾ ഒറിജിനൽ അല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ലക്ഷക്കണക്കിന് വോട്ടുകളാണ് തിരിഞ്ഞു മറിഞ്ഞും പോയതെന്നുള്ള വലിയ രേഖകൾ കൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹം ആദ്യമേ തന്നെ പറയുന്നുണ്ട്, ഡിജിറ്റൽ ഡേറ്റ ചോദിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ തന്നില്ല എന്നും അതിന് പകരം ഇത്രയും പോകുന്ന കെട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്നും അത് വെച്ചിട്ട് അദ്ദേഹം 6 മാസം കഷ്ടപ്പെട്ടെടുത്തിയ പഠനമാണ് പ്രസ് കോൺഫറൻസിന് മുന്നിൽ അദ്ദേഹം നിരത്തിയത്. അദ്ദേഹം നിരത്തിയ ഡേറ്റ അനുസരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ഒരു ഹൗസ് നമ്പർ വെച്ചിട്ട് 80ഓളം ആൾക്കാരെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരേ വ്യക്തി തന്നെ 4 സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കൃത്രിമങ്ങൾ, വോട്ടിലും ഇലക്ഷനുള്ള കൃത്രിമങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തവണ പുറത്തു വന്നിരിക്കുന്ന വലിയൊരു സ്കാമാണെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നു. അതിനനുസരിച്ചുള്ള ഡേറ്റയും അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ കോൺട്രവേഴ്ഷ്യൽ ആയി പോയി കഴിഞ്ഞതിന് ശേഷം ഇലക്ഷൻ കമ്മീഷനെതിരെ അദ്ദേഹം ഇത്രയും പച്ചയ്ക്ക് ആഞ്ഞടിച്ചുകൊണ്ട് കൃത്യമായ ഡേറ്റകൾ പുറത്തുവിടുമ്പോൾ തിരിച്ച് ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു റിട്ടേൺ സംഭവം വന്നിട്ടുണ്ട്. അതെന്താ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനകത്ത് പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മീഷനെതിരെയോ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റാഫുകൾക്കെതിരെയോ കൃത്യമായ ആരോപണം ഉന്നയിക്കാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇലക്ടേഴ്സ് റൂൾ 1960 സെക്ഷൻ 23B ഇത് പ്രകാരം ഒരു ഡിക്ലറേഷൻ സൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സൈൻ ചെയ്ത് കൊടുത്താൽ അതിൽ നിന്നും കൃത്യമായി ഒരു മറുപടി കൊടുക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് അതിൽ വിശ്വാസമുണ്ടെങ്കിൽ, അദ്ദേഹം കാണിച്ചതെല്ലാം കൃത്യമാണെന്നുണ്ടെങ്കിൽ അതിലൊരു മറുപടി കൊടുക്കാൻ സാധിക്കും. എന്നാൽ രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും യാതൊരു വിധേയനെയും അദ്ദേഹത്തിന് ഇതൊരു പാർട്ടല്ല എന്നുള്ളതും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്. അതുകൂടാതെ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ സൈൻ ചെയ്ത് കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹം കാണിച്ചതെല്ലാം പൊള്ളയാണെന്നും അതിലൊന്നും സത്യമില്ല എന്നുള്ളതുമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്തത് വഞ്ചനയാണെന്നും ചതിയാണെന്നും ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ മാപ്പ് പറയണമെന്നും താൻ ചെയ്ത തെറ്റാണെന്ന് അംഗീകരിക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. 2 ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ് വന്നു കഴിഞ്ഞു. ഇനി ഇതിന് മുമ്പോട്ട് എങ്ങോട്ടാണ്? ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നമ്മളെപ്പോലുള്ള ഓരോ ഇന്ത്യക്കാർക്കും ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം കീറി മുറിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വാർത്ത പുറത്തു വരുന്നതെങ്കിൽ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമ്മളെല്ലാം കാത്തിരിക്കുന്നു. ഇതിനി തിരിച്ചൊരു മറുപടിയുമായി രാഹുൽ ഗാന്ധി വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും നമ്മളെയൊക്കെ മണ്ടന്മാരാക്കി ഇങ്ങനെയുള്ള വോട്ടിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം. എന്നാൽ ഭരണം ആരുടെ കയ്യിലാണോ അവരുടെ കയ്യിലായിരിക്കും എല്ലാം എന്നുള്ള ഒരു പൊതുബോധം, ഒരു പൊതുസത്യം എല്ലാവരുടെയും ഉണ്ട്. കാരണം ഇലക്ഷൻ കമ്മീഷൻ ആയാലും കോടതി ആയാലും ആരായാലും ഭരിക്കുന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പലപ്പോഴും ഒരുപാട് വിധികളും ഒരുപാട് തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആരോട് പ്രതികരിക്കാൻ, എന്ത് പ്രതികരിക്കാൻ? എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ ഇതുപോലെ കാത്തിരിക്കാം. ധ്രുവരാത്രിയുടെ വീഡിയോയ്ക്ക് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു സാധാ മന്ത്രിയിൽ നിന്നും ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.